അലക്സാൻഡ്രിയയിൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയുണ്ടായിരുന്നു. അവളുടെ പേര് കാതറിൻ എന്നായിരുന്നു. ബാല്യത്തിൽ തന്നെ അസാധാരണമായ ദൈവസ്നേഹവും ദൈവഭക്തിയും അവൾ പ്രകടിപ്പിച്ചിരുന്നു. അവൾ തൻ്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ഒരിക്കൽ ഈ രാജാവ് തൻ്റെ ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ ദൈവങ്ങളെയും ആരാധിക്കണം. യേശു ദൈവമല്ല, യേശുവിനെ ദൈവമായി ആരാധിക്കാനും പാടില്ല. പെട്ടെന്ന് ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു. യേശു മാത്രമാണ് ഏകദൈവം, യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. ആ ശബ്ദം നമ്മുടെ കാതറിൻ്റേതായിരുന്നു. രാജാവിന് ഒരേ സമയം ദേഷ്യവും ആശ്ചര്യവും ഉണ്ടായി. കാരണം ഇത്ര ധൈര്യത്തോടെ സംസാരിച്ചത് ഒരു സ്ത്രീയായിരുന്നു. രാജാവ് ആ നാട്ടിലുള്ള 50ഓളം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി കാതറീനുമായി വാദപ്രതിവാദം നടത്താൻ. എന്നാൽ തൻ്റെ ജ്ഞാനത്താൽ കാതറിൻ ഈ 50 പണ്ഡിതന്മാരെയും തോൽപ്പിക്കുക മാത്രമല്ല, അവരിൽ ഒരുപാട് പേർ ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. രാജാവിന് കാതറിനോട് വലിയ മതിപ്പുളവായി. തൻ്റെ അന്തഃപുര വനിതകളിൽ അനേകം സുന്ദരിമാരുണ്ടെങ്കിലും ആർക്കും ഇത്രയും ജ്ഞാനവും ആത്മധൈര്യവും ഇല്ല. ഇങ്ങനെ സൗന്ദര്യവും ജ്ഞാനവും ആത്മധൈര്യവും ഒത്തുചേർന്ന അവളെ രാജാവ് തൻ്റെ റാണിയാക്കാൻ തീരുമാനിച്ചു. രാജാവ് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, യേശുവാണ് എൻ്റെ രാജാവും എൻ്റെ ഭർത്താവും. രാജാവ് കോപത്താൽ ജ്വലിച്ചു. അവളോട് രാജാവിന് വ്യക്തിപരമായി വലിയ ദേഷ്യമുണ്ടായി. പിന്നെ അവളെ കൊല്ലാനായി രാജാവിൻ്റെ പദ്ധതി. പല രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. പലതും പരാജയപ്പെട്ടു. അവസാനം അവളെ തലയറുത്താണ് കൊന്നത്. ആ സമയത്ത് അവളുടെ രക്തത്തിന് പകരം പാലാണ് ഒഴുകിയത്. അവളുടെ വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും അടയാളം. തിരുസഭ കാതറിനെ വിശുദ്ധ കാതറിനായി പ്രഖ്യാപിച്ചു. കാതറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് സത്യം ആരുടെ മുമ്പിലും വിളിച്ചു പറയുവാനുള്ള മനസ്സും ധൈര്യവുമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള മനസ്സ്, ഹോളി ഫേംനെസ്. അങ്ങനെയൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യം വളരട്ടെ.